ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടാലോ? കമ്മോ ഗൈസ്, നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വളരെ കുറവ് അംശം മാത്രമാണ് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം വരുന്നത്. സോ ഇത്രയും മതിയാവും. ആൻഡ് ഇതിലേക്ക് നമുക്ക് വരുന്ന അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കേർഡാണ്, അഥവാ തൈര്. ഇത് ചിക്കൻ ആക്ച്വലി കുറച്ചും കൂടെ മോയ്സ്ചർ ആക്കും, സോഫ്റ്റ് ആക്കും. അപ്പോൾ ഇതിലായി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് മിക്സ് ചെയ്യണം. സോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് കൊടുത്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരും. ഇവിടെ എൻ്റെ കെട്ടിയന് ദേഷ്യം വന്ന പോലെ. അപ്പം കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. സോ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സോ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച ടൈം കൊണ്ട് നമുക്ക് സവോള ഒന്ന് വറുത്തെടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സോ ഈ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് സവോള ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ചെയ്യുന്നത് കേട്ടോ. ഫ്രൈ ചെയ്ത സവോളയാണ് വേണ്ട, ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ. സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സവോള നമുക്ക് അതിലേക്ക് തട്ടാം. പിന്നീട് ഇതിടുമ്പോൾ പതിയെ സോ അപ്പോൾ നമ്മൾ സവാള എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമ്മൾ പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സവാള വറുത്തിട്ടുള്ള എണ്ണ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എണ്ണയാണെന്നുണ്ടെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ എണ്ണ തന്നെ എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം, പച്ചമുളക് ആൻഡ് കറിവേപ്പില നമുക്ക് നന്നായിട്ട് അതിനൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കൻ പരട്ടിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇടാനായിട്ട്. പിന്നെ നമ്മൾ ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. ആൻഡ് മല്ലിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്. സാധാ മുളക് പൊടിയാണെങ്കിൽ അപ്പോൾ അത് എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ സവാള ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്നിങ്ങനെ പൊടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ലാസ്റ്റാണ് ചേർക്കാനുള്ളത്. അപ്പം ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. നന്നായിട്ട് നമുക്ക് പൊടിക്കാം. സോ ഇതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് തക്കാളി സ്ലൈസ് ചെയ്തതാണ് കേട്ടോ. ഇതുപോലെയോ അല്ലാതെയൊക്കെ സ്ലൈസ് ചെയ്യാം. ഞാനിപ്പം നീളത്തിലാണ് സ്ലൈസ് ചെയ്തിരിക്കുന്നത്. അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ കുറച്ചൊക്കെ ശ്രമിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ ചുമക്കേണ്ടി വരും. അപ്പം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇതെൻ്റെ കയ്യാളായിരുന്നു ഗൈസ്, കുക്കിങ്ങിൽ എൻ്റെ കയ്യാൾ. എന്നിട്ട് ആൾ ചെയ്യുന്നത് ഇതാണ്, പ്ലേയിങ് ക്ലാഷ് ഓഫ് ക്ലൈൻസ്. ഇങ്ങനെ ഒരു കയ്യാൾ നിങ്ങളുടെ വീട്ടിലുണ്ട്. സോ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാടത്തിൽ ആയി വരണം കേട്ടോ. നല്ല കുഴപ്പമാണ്. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, തക്കാളി ഉണ്ടെന്ന് പോലും നമുക്കറിയാൻ പറ്റുന്നില്ല. മറ്റേ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ചിക്കൻ നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാലയൊക്കെ ഇതിൽ പിടിക്കാൻ പാകത്തിൽ വന്ന് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇത് വേവിക്കാനായിട്ട് മൂടി വയ്ക്കാം. നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് നമുക്കിതിനി അടച്ച് വെച്ച് വേവിക്കാം. ഒരു 20 to 30 മിനിറ്റ്സ് അടച്ച് വെച്ച് വേവിക്കുക. ആൻഡ് ലോ ഫ്ലെയിമും ഹൈ ഫ്ലെയിമും ആയിട്ട് മാറ്റി ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഇറങ്ങുന്നതിന് ശേഷം നമുക്കതൊരു മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതിനിടയിൽ നമ്മൾ ഫ്ലെയിം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം എല്ലാ പീസസും ഒരേപോലെ വേവണമല്ലോ. സോ ഇത് വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ ചിക്കനിലേക്ക് നമുക്ക് ആ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഫ്രൈഡ് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ സവോള ഇടുമ്പോഴത്തേനും അതങ്ങ് വലിഞ്ഞോളും. പിന്നെ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി നമ്മൾ ഗ്രേവി പരിവാക്കണം. അത് വെച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. സോ ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഒന്ന് ഇടവിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഗ്രേവി മസാല എല്ലാം പീസസിൽ പിടിക്കുന്ന രീതിയിൽ വരണം. സോ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ഇച്ചിരി ജീരകം പൊടിച്ചത് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇപ്പം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യാം. എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാൻ പോകാൻ കേട്ടോ. ടേസ്റ്റിംഗ് ടൈം നല്ല ചൂടുണ്ട്. വെയിറ്റ് വരുന്നില്ല, പോസ്റ്റ് ചെയ്യാം. സോ അണ്ണാക്ക് കൂടാതെ എല്ലാവരും സൂക്ഷിക്കണം. നന്നായിട്ട് ഊതി ഊതിക്കും. കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, പക്ഷേ ഇഷ്ടപ്പെട്ട് കൊള്ളാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എങ്കിലേ നല്ല വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ. എനിക്ക് പറയാനുള്ള ടിപ്പ്, നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് എടുക്കാൻ കുക്ക് ചെയ്യാം. ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. ചിക്കൻ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. ഇതെല്ലാം ചെയ്തതും എല്ലാം ചെയ്തതും ഞാൻ അല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ